ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ വൈജയുടെ ആഗ്ര ചരിത്രം ഒക്കെ മനസ്സിലാക്കിയെന്ന് അറിയുന്ന വൈജ ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ അഡ്മിറ്റായ വൈജയന്തിയെ കാണാൻ വളരെ വെപ്രാളപ്പെട്ടിട്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ എത്തിച്ചേരുന്നത്. അതും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വഴക്കും വക്കാണങ്ങളൊക്കെ ആയിട്ട് ആ കുടുംബം ആകെ സംഘർഷഭരിതായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ താൻ ഏറെ വെറുത്തിരുന്ന തന്റെ ഭാര്യനെ കാണാനല്ല, അതിനൊക്കെ മുന്നേ താൻ ഏറെ സ്നേഹിച്ചിരുന്ന വൈജയന്തിയെ കാണാനാണ് കേട്ടോ അദ്ദേഹം ഓടിയെത്തുന്നത്. ഐസിയുവിന്റെ പുറത്ത് വെപ്രാളപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഗംഗാധരന്റെ അടുത്തേക്ക് ഓടിയെത്തി ബാലചന്ദ്രനെ ചോദിക്കുന്നുണ്ട്, ഗംഗേട്ട എന്താ ഉണ്ടായത്? വൈജിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ വെപ്രാളപ്പെട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലചന്ദ്ര, നീ ആദ്യം ടെൻഷൻ അടിക്കാതിരിക്കേ. വൈജ ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. നീ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, നീ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട, നീ വെയിറ്റ് ചെയ്യേ, ഡോക്ടർ വന്നാൽ നമുക്ക് ചോദിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ ശരിക്കും ഉണ്ടായത് എന്ന് 2 പ്രാവശ്യം ബാലേന്ദ്രൻ ഗംഗാധരനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അവളോട് പറയേണ്ടി വന്നു. അത് കേട്ടത് ഒറ്റ പോക്കായിരുന്നു. അതിവിടെയാണ് വന്ന് അവസാനിക്കുന്നത്. ബാലചന്ദ്രൻ എന്നെ വെറുത്തു, ഞാനൊരു ചതിയത്തിയും വഞ്ചകിയുമായി, ഇനി ആ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരച്ചിലായിരുന്നു. അതിനുശേഷമാണ് ഒന്നും പറയാതെ ഇറങ്ങിപ്പോയത്. ബാലചന്ദ്രൻ അറിയോ, ഞങ്ങളാണ് അവളുടെ ഈ അവസ്ഥയ്ക്കൊക്കെ കാരണം. ഞങ്ങളാണ് അവളെ നിർബന്ധിച്ച് താനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിപ്പിച്ചത്. അത് 22 വർഷങ്ങൾക്ക് ഇപ്പുറം ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ ഏറ്റു പറയാൻ തുടങ്ങുന്ന ഗംഗാധരന്റെ മുഖത്ത് നോക്കി കൈകൾ ഉയർത്തി ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, മതി, ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. ഇനി എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കാൻ നിൽക്കണ്ട. എനിക്കതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. വൈദ്യ രക്ഷപ്പെടണം, അത്ര മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. ഞാനെല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറായിട്ടാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. തിരിച്ചു വരുന്ന വൈദ്യനെ പഴയ പോലെ സ്നേഹിക്കാൻ എനിക്ക് കഴിയും. ഇനി അവളോട് ഞാൻ ഇതൊന്നും പറഞ്ഞ് അവൾ വിഷമിപ്പിക്കാൻ നിൽക്കില്ല എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ അപ്പൊ വൈജയന്തി തിരിച്ചു വരണം, ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരണമെന്ന് മാത്രമാണ് അവിടെ പുറത്ത് നിൽക്കുന്ന ബാലചന്ദ്രനും ഗംഗാധരനും ആഗ്രഹിക്കുന്നത് കേട്ടോ. അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റുന്നത് വരെ അല്ല, ഒന്ന് ഓക്കെ ആവുന്നത് വരെ ഇവർക്ക് നല്ല ടെൻഷൻ ആയിരുന്നു കേട്ടോ. ബാലചന്ദ്രനൊക്കെ വൈജയോട് ചെയ്തതൊക്കെ ആലോചിച്ച്, വൈജയനെ കുറ്റപ്പെടുത്തിയതൊക്കെ ആലോചിച്ച് ആകെ നീര് നിൽക്കുകയാണ് കേട്ടോ പുറത്ത്. എന്ത് പറയണം, എങ്ങനെ പറയണം, ഇനി കാണാൻ പറ്റുമോ, എന്താണ് സിറ്റുവേഷൻ ഒന്നും അറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുന്ന ബാലചന്ദ്രനെയും ഗംഗാധരന്റെ അടുത്തേക്ക് ഡോക്ടർ വരുന്നുണ്ട്. ഇപ്പൊ പേഷ്യന്റ് ഓക്കെ ആണ്, എന്നാലും ഒരു 48 മണിക്കൂർ ഒബ്സർവേഷൻ കഴിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ്, ഒന്നും പറയാൻ പറ്റില്ല എന്നല്ല, നമുക്ക് വാർഡിലേക്ക് മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ വൈജയനെ കാണാൻ റൂമിലേക്ക് ഐസിയുന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജയന്തിയുടെ കൈകൾ പിടിച്ചിങ്ങനെ തന്റെ കൈകളോട് ചേർത്ത് പിടിച്ചിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജയൻ നിനക്കിപ്പോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വൈജയന്തി ബാലചന്ദ്രൻ എപ്പോഴാ വന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആയിട്ട് വരുന്നു എന്നൊക്കെ വൈജു പറയുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ എന്നോട് ഇപ്പോഴും വെറുപ്പും ദേഷ്യമാണോ? ഇങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചതല്ല, ഞാൻ ഒക്കെ മറച്ചു വെച്ചത്. അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മതി, എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല, അത് വിട്ടേക്ക്, അത് കഴിഞ്ഞ കഥയല്ലേ, ഇനി അതിനെ കുറിച്ച് ആലോചിക്കണ്ട. എന്നാലും ഞാൻ ബാലചന്ദ്രൻ ചതിക്കായിരുന്നില്ലേ? മതി വൈജയന്തി, നീ ഇനി അതിനെ കുറിച്ച് സംസാരിക്കണ്ട. പറയേണ്ട സമയത്തൊന്നും നീ അതെന്നോട് പറഞ്ഞിട്ടില്ല. ഇനി അതിനെക്കുറിച്ച് നമ്മൾ തമ്മിലൊരു സംസാരം വേണ്ട. അത് പെട്ടെന്ന് ഞാൻ ആ കാര്യം അറിഞ്ഞപ്പോൾ ആർക്കായാലും ഉണ്ടാവുന്ന ദേഷ്യവും വൈരാഗ്യവും പകയൊക്കെ എനിക്ക് നിന്നോട് തോന്നി. അപ്പൊ അതിലേറെ ഞാൻ എനിക്ക് വിഷമാണ് ഉണ്ടായത്. അത് എത്ര ആരോട് പറഞ്ഞാലും അത് ആർക്കും മനസ്സിലാവില്ല. നീ അത് വിട്ടേക്ക്. ഇനി അതും സംസാരിച്ച് വെറുതെ അതിന് വേണ്ട എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രന്റെ വിഷമമുണ്ട്, എന്നാലും ബാലചന്ദ്രൻ അതൊക്കെ ഉള്ളിൽ ഒതുക്കി പറയുന്നുണ്ട്, അത് നീ വിട്ടേക്ക്, അത് ഞാൻ മറന്നു കഴിഞ്ഞിരിക്കുന്നു.
ഇനി നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു സംസാരമേ വേണ്ട, അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല എന്ന് വിചാരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോ വൈജയന്തി പറയുന്നുണ്ട്, എന്നാലും ബാലചന്ദ്രൻ എന്നോട് പൊറുക്കണം, എന്നോട് ക്ഷമിക്കണം, അതിനുവേണ്ടി എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാണ്, കാണിച്ചിട്ട് ജീവൻ വരെ ഞാൻ കളയാൻ തയ്യാറായെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയും, എന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല, നീ ജീവൻ കളഞ്ഞിട്ട് എന്താ കാര്യം? തെറ്റ് പറ്റിപ്പോയി, ഇനി അത് നല്ല രീതിയിൽ തിരുത്താനാണ് നോക്കേണ്ടത്, അല്ലാതെ ആ തെറ്റിന് വേണ്ടി ഒരാളുടെ ജീവിതം ഒന്നും കളയേണ്ട ആവശ്യമില്ല. അതിനെ ഞാൻ അംഗീകരിക്കുന്നുമില്ല. അതൊന്നും വേണ്ട വൈജി, നീ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്, നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടിയെത്തിയത്. നിന്നോട് വെറുപ്പും ദേഷ്യവും ഇപ്പോഴും ഞാൻ വെച്ച് പുലർത്താനുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലല്ലോ, അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ. എനിക്കിപ്പോ നിന്നോട് ഒരു ദേഷ്യവും ഒരു വെറുപ്പും ഒന്നുമില്ല. അതൊന്നും ആലോചിച്ച് നീ ഇനി ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ വീട്ടിൽ ഇതിന്റെ പേരിൽ ഒരു വഴക്കോ ദേഷ്യമോ ഒന്നും ഉണ്ടായിരിക്കില്ല, അത് എന്റെ ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വൈജയ്ക്ക് ഒരു സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നാലും വൈജ ബാലചന്ദ്രന്റെ കൈകൾ പിടിച്ചിട്ട് ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രന് വിഷമാവുന്നുണ്ട്, കുറെ വൈജയനെ ഹേർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ ബാലചന്ദ്രന് വിഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ സന്തോഷമായിട്ട് അവര് നിൽക്കുന്നതൊക്കെ ഗംഗാധരൻ പുറത്തു നിന്ന് നോക്കി കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗംഗാധരന് ഒരു ആശ്വാസം ആവുന്നുണ്ട് കേട്ടോ. എന്നാലും ആ കുറച്ചു ദിവസം വൈജയന്തി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്തിനാണ് ഏതിനാണെന്ന് അറിയാതെ ബാലചന്ദ്രൻ ഇങ്ങനെ അവഗണിക്കുമ്പോൾ അത് വൈജയന്തി ഒരുപാട് വിഷമിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇപ്പൊ ഇതുവരെ എത്തിക്കുന്നത്. എന്നാലും വൈജയന്തിയോട് അലീനയാണ് തന്റെ മകൾ എന്നുള്ള സത്യം ബാലചന്ദ്രൻ തുറന്നു പറയുന്നില്ല കേട്ടോ. പിന്നെ അതുകൂടി വൈജയന്തിക്ക് ഇരട്ടി ഷോക്കാവണ്ടെന്ന് വിചാരിച്ചിട്ട് അത് പറയുന്നില്ല. നിഷ്കളങ്ക ഒരു തരത്തില് ഈ ദേഷ്യക്കാരുടെ വേഷമൊക്കെ എല്ലാവരുടെ മുന്നിലും ഒരു മുഖംമൂടി പോലെ വൈജയന്തി എടുത്തണിഞ്ഞതാണ്. അതിന്റെ ഉള്ളിൽ ഒരു നിഷ്കളങ്കമായ മനസ്സുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ഭർത്താവിനെ താൻ വഞ്ചിക്കുകയാണെന്നുള്ള കുറ്റബോധം കൊണ്ട് നീരെ ജീവിക്കുന്ന ഒരു ഭാര്യയായിരുന്നു വൈജയന്തി. അതെന്തെങ്കിലും ബാലചന്ദ്രൻ മനസ്സിലാക്കുമെന്നുള്ള പേടിയോടെയാണ് ഓരോ നിമിഷവും വൈജയന്തി കടന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതൊക്കെ ഇപ്പൊ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇനി പേടിക്കൊന്നും ചെയ്യാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ വൈജയന്തിക്ക് ജീവിക്കാൻ കഴിയും. അപ്പൊ അതിൽ ഇനി ഒരു അലീന തന്റെ വൈജയന്തിയുടെ മകളാണെന്നുള്ള കാര്യം കൂടി ഇപ്പൊ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് വൈജയന്തിക്ക് ഇരട്ടി വിഷമാവും. അത് വേണ്ടാന്ന് വെച്ചിട്ട് ബാലചന്ദ്രൻ ഒന്നും പറയില്ല കേട്ടോ. പിന്നെ വൈജയന്തിയുടെ വീട്ടിൽ നിന്ന് അലീന പോയി കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ സത്യം, അലീന തന്റെ മകളായിരുന്നു എന്നുള്ള സത്യമൊക്കെ വൈജ മനസ്സിലാക്കുന്നത്. അത് വൈജയ്ക്ക് പിന്നീട് വലിയ വിഷമൊക്കെ ആവും. സഹോദരങ്ങളോടൊക്കെ ദേഷ്യമൊക്കെ തോന്നും കേട്ടോ. കാരണം തന്നോട് അത് മറച്ചു വെച്ചതിനുള്ള ദേഷ്യമൊക്കെ തോന്നും. എന്നാലും അതൊക്കെ അവള് ഓവർകം ചെയ്യും കേട്ടോ. അങ്ങനെ എപ്പിസോഡൊക്കെ വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അലീന അവളുടെ അച്ഛന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ. സ്റ്റാലിന്റെ വീട്ടിലായിരിക്കും എത്തുന്നുണ്ടാവുക. അവിടെ ബാലചന്ദ്രൻ തന്നെയാണ് അവളെ കൊണ്ട് ആകൊക്കെ ചെയ്യാട്ടോ. അപ്പൊ വൈജയനെ സത്യങ്ങൾ അറിഞ്ഞാലും വൈജി ഇങ്ങനെ ഒരു അപകടത്തിൽ പെടുമ്പോൾ ബാലചന്ദ്രൻ എല്ലാം മറന്ന് വൈജയനെ തിരിച്ച് പഴയ പോലെ സ്നേഹിക്കാൻ തുടങ്ങുന്ന എപ്പിസോഡാണ് കേട്ടോ നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്